വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ ഇന്ന് LGSന്റെ റിവിഷനില് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സമരങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് ഇപ്പൊ കേരളത്തിലെ കലാപങ്ങൾ, നമ്മള് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ട് കുറച്ച് കലാപങ്ങളെ കുറിച്ചിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് നമ്മള്. ഇപ്പൊ ചാന്നാർ ലഹള, അല്ലെങ്കിൽ മലയാളി മെമ്മോറിയല്, ഈഴവ മെമ്മോറിയല്, പുലയ ലഹള, അത് പേരിനാട് ലഹള എന്നൊക്കെ പറഞ്ഞ കുറച്ച് ലഹളകൾ, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് നടന്ന വർഷം, അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് പഠിക്കുന്നത്. ഏകദേശം അപ്പം നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് LGSന്റെ നടക്കുന്നതോടുകൂടി നമ്മുടെ റിവിഷൻ ബാച്ച് കംപ്ലീറ്റഡ് ആവും. കാരണം ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള റിവിഷൻ ഏകദേശം നമുക്ക് തീരാറായി. 3-4 ക്ലാസ്സോടുകൂടി നമ്മുടെ റിവിഷൻ ഏകദേശം തീരും കേട്ടോ. അപ്പൊ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കുക. നമ്മളിപ്പോ പഠിച്ചു തുടങ്ങാം. ചാന്നാർ ലഹള നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ചാന്നാർ ലഹളയെ കുറിച്ച്, ചാന്നാർ ലഹള 1859 ചാന്നാർ ലഹള നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയേതാണ്? 1859 ചാന്നാർ ലഹള നടക്കുക. അപ്പോ തിരുവനന്തപുരം ജില്ലയില് എന്താ പറയാ, തിരുവിതാംകൂറില് ജില്ലയിലല്ല, തിരുവിതാംകൂറില് 1859 ചാന്നാർ ലഹള നടക്കുന്നത്. ഇതിനെ മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിലൊക്കെ വിളിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അന്നത്തെ കാലത്ത് എല്ലാ ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്കും മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനുവേണ്ടി നടന്നിട്ടുള്ള ഒരു സമരമാണ്. അതുകൊണ്ട് തന്നെ മേൽമുണ്ട് സമരം എന്നും മാറുമറയ്ക്കൽ സമരം എന്നും ചാന്നാർ ലഹളയ്ക്ക് വേറൊരു പേരും കൂടി ഉണ്ട്. എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം 1859 ജൂലൈ 26 അനുവാദം നൽകിയത്. അപ്പൊ അത് ഓർക്ക്. 1859 ചാന്നാർ ലഹള നടക്കുന്നു. തിരുവിതാംകൂറിലാണ് ചാന്നാർ ലഹള നടക്കണേ. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അങ്ങനെ എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം കൊടുക്കുകയാണ്. അത് 1859 ജൂലൈ 26 നൽകണത്. ഇത്രയും കാര്യമാണ് ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി അടുത്തത് 1891 മലയാളി മെമ്മോറിയൽ ആണ്. എന്താണ് മലയാളി മെമ്മോറിയൽ? തിരുവിതാംകൂറില് നന്നായി പഠിച്ചിട്ടുള്ള വ്യക്തികൾ, അതായത് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടു കൂടി തിരുവിതാംകൂറിലെ ജനങ്ങള് സമർപ്പിച്ച നിവേദനത്തെ വിളിക്കുന്ന പേരാണ് മലയാളി മെമ്മോറിയൽ. അതായത് പഠിച്ച് അത്യാവശ്യം ഡിഗ്രിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഞങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി തരണം എന്ന ഒരു ഡിമാൻഡോടുകൂടി നമ്മള് ഒരു നിവേദനം സമർപ്പിക്കുകയാണ്. ആ നിവേദനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മലയാളി മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത്. ഇത് ആർക്കാണ് നിവേദനം സമർപ്പിക്കുന്നത്? ശ്രീമൂലം തിരുനാളിനാണ് നിവേദനം സമർപ്പിക്കുന്നത്. 1891 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ ഒരു മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഈ നിവേദനം സമർപ്പിക്കുന്നത് കേട്ടോ. അപ്പോ 1891 ജാനുവരി 1 28 ആൾക്കാര് 1028 ആൾക്കാര് ഒപ്പുവെച്ച നിവേദനം ആർക്ക് സമർപ്പിക്കുകയാണ്? ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയാണ്. ഇതിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ആരാന്നറിയോ? KP ശങ്കരമേനോനായിരുന്നു. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോ തിരുവിതാംകൂറിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി നൽകണം എന്നും പറഞ്ഞൊരു നിവേദനം ശ്രീമൂലം തിരുനാളിന് 1028 പേര് ഒപ്പിട്ട ഒരു നിവേദനം ശ്രീമൂലം തിരുനാളിന് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ സമർപ്പിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് മലയാളി മെമ്മോറിയൽ. സമർപ്പിച്ചത് 1891 ജാനുവരി 1 അത് ആദ്യമായിട്ട് സൈൻ ചെയ്തത് KP ശങ്കരമേനോൻ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ 1028 പേര് സൈൻ ചെയ്തേല് ആദ്യം സൈൻ ചെയ്തത് KP ശങ്കരമേനോനാണ്. ഇനിയും ഈ മലയാളി മെമ്മോറിയൽ ആരാണ് എഴുതി തയ്യാറാക്കിയത്? CV രാമൻ പിള്ളയാണ് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്. അപ്പൊ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? CV രാമൻ പിള്ളയാണ് പറയേണ്ടത്. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തിരുവിതാംകൂറുകാർക്ക് എന്നാണ് മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം. തിരുവിതാംകൂർക്കാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഈ ആശയം കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇനി അടുത്തത് ഈഴവ മെമ്മോറിയൽ. അടുത്തതാണ് ഈഴവ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ കഴിഞ്ഞ അടുത്തത് ഈഴവ മെമ്മോറിയൽ. 1896 ഇത് സമർപ്പിക്കുന്നത്. സമർപ്പിച്ച വർഷം 1896. തിരുവിതാംകൂറിൽ
ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കാൻ വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനത്തെ വിളിക്കുന്ന പേരാണ് ഈഴവ മെമ്മോറിയൽ. അപ്പൊ എന്താ ആർക്കാ കിട്ടേണ്ടത്? ഈഴവർക്ക് സർക്കാർ ഉദ്യോഗം കിട്ടാൻ വേണ്ടി സമർപ്പിച്ചതാണ് ട്ടോ ഈഴവ മെമ്മോറിയൽ. 1896 ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ ആള് കേട്ടോ. അപ്പൊ അതിന്റെ നേതാവ് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു. 1896 സെപ്റ്റംബർ 3-നാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. ആർക്കാ സമർപ്പിച്ചേ? നമ്മൾ ഇപ്പൊ പറഞ്ഞുല്ലോ, ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞു. ഇനി ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറില് ശങ്കര സുബ്ബയ്യ എന്ന് പറയുന്ന ആളായിരുന്നു ദിവാൻ. ശങ്കര സുബ്ബയ്യ എന്ന് പറയുന്ന ആളായിരുന്നു ദിവാന്. രണ്ടാം ഈഴവ മെമ്മോറിയലും വേറൊന്ന് സബ്മിറ്റ് ചെയ്യേണ്ടായി. അത് 1900 കഴ്സൺ പ്രഭുവിനാണ് സമർപ്പിച്ചത്. അതിനും നേതൃത്വം നൽകിയത് ആരെന്നെയാണ്? ഡോക്ടർ പൽപ്പു തന്നെയാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ, സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ 1900 വർഷം സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിന് ട്ടോ. ഇനി ഇത് കൂടാണ്ട് എതിർ മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് എതിർ മെമ്മോറിയൽ അല്ലെങ്കിൽ എതിർ മെമ്മോറിയൽ എന്നാ സമർപ്പിച്ചത്? പ്രധാന നേതാക്കള് ഈ രാമ അയ്യരും രാമനാഥൻ റാവുമായിരുന്നു. ഈ രാമ അയ്യർ, രാമനാഥൻ റാവു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1891 ജൂൺ 3-ന് 1891 ജൂൺ 3-ന് സമർപ്പിച്ച മെമ്മോറിയലിനെയാണ് എതിർ മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിന് എതിരെ ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ, തമിഴ് ബ്രാഹ്മണർ തുടങ്ങിയ വിഭാഗത്തിൽ നിന്നുള്ളവർ ചേർന്ന് ഒപ്പുവെച്ച ഒരു മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. അതിന്റെ പേരാണ് എതിർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിന് എതിരെ ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ, തമിഴ് ബ്രാഹ്മണർ തുടങ്ങിയ വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികൾ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനത്തെ വിളിക്കുന്ന പേരാണ് എതിർ മെമ്മോറിയൽ. എന്താണ് എതിർ മെമ്മോറിയൽ ട്ടോ. അടുത്തതാണ് പുലയലഹള. അതായത് നമുക്കറിയാം ദളിത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവകാശം ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സ്കൂളിൽ പ്രവേശിക്കാനെന്നുള്ള വഴി ഉണ്ടായില്ല. അപ്പൊ അതിനുവേണ്ടി നടന്ന ലഹളയെ വിളിക്കുന്ന പേരാണ് പുലയലഹള. നടന്ന വർഷം 1915-ലാണ്. 1915 നടന്ന, അതായത് ദളിത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രവേശിക്കാനുള്ള അവകാശത്തിന് ഇതിനുണ്ടാവാനുള്ള കാരണം പഞ്ചമി എന്ന് പറയുന്ന ഒരു ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞതാണ് ലഹള ഉണ്ടാവാനുള്ള പ്രധാന കാരണം. അങ്ങനെ പുലയ ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ ലഹള 1915 നടക്കുന്നു. നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പൊ പുലയ ലഹള 1915 നടക്കുകയാണ്. അത് അപ്പൊ ഊരൂട്ടമ്പലം എന്ന് പറയുന്ന സ്കൂളിൽ പ്രവേശിപ്പിക്കാത്തതിന് കൊണ്ട് തന്നെ ആ സംഭവത്തിന് എന്താണ് അവിടെ നടന്നത് കൊണ്ട്, ആ പ്രദേശത്ത് നടന്നത് കൊണ്ട് അതിന് ഊരൂട്ടമ്പല ലഹള എന്ന് വിളിക്കുന്നു. കൊല്ലവർഷം 1990 നടന്നതിനാൽ ഇതിനെ എന്ത് വിളിക്കുന്നു? 90-ാം ആണ്ട് ലഹള എന്നും വിളിക്കുന്നു. അടുത്തതാണ് പേരിനാട് ലഹള. പേരിനാട് ലഹള നടന്നതും 1915-ലാണ്. ഇതിനും നേതൃത്വം നൽകിയത് ആരെന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. അതായത് നമുക്കറിയാലോ, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് അന്ന് ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒന്നും ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ധരിച്ചിരുന്ന കല്ലുമാല അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ബഹിഷ്കരിച്ച് അത് ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ ധരിക്കുന്ന രീതിയിലുള്ള ആഭരണങ്ങൾ ധരിക്കാൻ അവകാശം നേടാൻ വേണ്ടി നടന്നിട്ടുള്ള ലഹളയെ വിളിക്കുന്ന പേരാണ് എന്താ? പേരിനാട് ലഹള. പേരിനാട് ലഹളയുടെ പ്രധാന കേന്ദ്രം കൊല്ലം ജില്ലയിൽ പേരിനാട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ട്ടോ. അതുകൊണ്ടാണ് ആ ലഹളയ്ക്ക് അങ്ങനെ പേര് വന്നത്. ഇതിന് എന്താണ് മാല, എന്താ പറയാ, കല്ലുമാല മാറ്റി എന്താ പറയാ ഉയർന്ന നല്ല ലോഹങ്ങൾ കൊണ്ടുള്ള, അതായത് സ്വർണം വെള്ളി ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്കും നേടണം എന്നുള്ളതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സമരമാണ് എന്നുള്ളത് കൊണ്ട് ഇതിന് കല്ലുമാല സമരം എന്ന് വേറൊരു പേരും കൂടി വന്നു. അപ്പൊ കല്ലുമാല സമരം അല്ലെങ്കിൽ പേരിനാട് ലഹള നടന്നത് കൊല്ലം ജില്ലയിലാണ്, പേരിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. 1915-ലാണ് കേട്ടോ. അടുത്തത് പൗരസമത്വ പ്രക്ഷോഭം. എന്താ പേര്? പൗരസമത്വ പ്രക്ഷോഭം. 1900
12 മുതൽ 22 വരെയുള്ള കാലയളവിൽ നടന്ന സമരമാണ് പൗരസമത്വ പ്രക്ഷോഭം. എന്താന്ന് മനസ്സിലാക്കൂ. അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിന് നടന്ന സമരം. അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പുകളിൽ ജോലി ലഭിക്കുന്നതിനായി നടന്ന സമരത്തെ പൗരസമത്വ പ്രക്ഷോഭം എന്ന് വിളിക്കുന്നു. ഇത് നടക്കുമ്പോൾ തിരുവിതാംകൂറിൽ ശ്രീമൂലം തിരുനാളായിരുന്നു. ഈ പ്രക്ഷോഭം നടക്കുമ്പോൾ ശ്രീമൂലം തിരുനാളായിരുന്നു മഹാരാജാവ്. ഇനി ഇതിന്റെ വേറൊരു പേരെന്താണ്? സമത്വവാദ പ്രക്ഷോഭം എന്നും വേറെ പേരുണ്ട്. അപ്പൊ പൗരസമത്വ പ്രക്ഷോഭത്തിന്റെ അപരനാമം എന്താണ് സമത്വവാദ പ്രക്ഷോഭം എന്നാണ്. ഇനി പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച AK പിള്ളയുടെ ഒരു പത്രം ഉണ്ട്, അതൊന്ന് ഓർത്തു വെക്കുക. സ്വരാട് എന്നാണ് ആ പത്രത്തിന്റെ പേര്. എന്താണ്? സ്വരാട് കേട്ടോ. അടുത്തത് വളരെ പ്രധാനം. ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാത്? വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപത്തിന് വിളിക്കുന്ന പേര് വൈക്കം സത്യാഗ്രഹം എന്നാണ്. നടന്ന വർഷം 1924 വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി നടത്തിയ സമരത്തെ വിളിക്കുന്ന പേരാണ് വൈക്കം സത്യാഗ്രഹം. ഏതാണ്? വൈക്കം സത്യാഗ്രഹം. നടന്നത് 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. നേതാക്കൾ TK മാധവൻ, KP കേശവമേനോൻ. പ്രധാന നേതാക്കളാണ് TK മാധവൻ, KP കേശവമേനോൻ. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ആദ്യ ദേശീയ നേതാവ് ആരാണ്? ആചാര്യ വിനോബ ഭാവെയാണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂറിൽ ശ്രീമൂലം തിരുനാളും. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂറിൽ ഭരണാധികാരി ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ റാണി സേതു ലക്ഷ്മിബായിയുമായിരുന്നു. അവസാനിക്കുമ്പോൾ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായിയുമായിരുന്നു. ഈ വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് EV രാമസ്വാമി നായ്ക്കർ ജാഥ നയിക്കുകയുണ്ടായി. ഇദ്ദേഹത്തെ പെരിയോറ്, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നീ പേരുകളിൽ വിളിക്കുന്നു. ആരെ? EV രാമസ്വാമി നായ്ക്കരെ പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നൊക്കെ വിളിക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവാണ് ലാലാ ലാൽ സിംഗ്. ആരാണ്? ലാലാ ലാൽ സിംഗ്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവ് ലാലാ ലാൽ സിംഗ് ആണ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വർഷം 1925 നവംബർ 23. വളരെ പ്രധാനം. 1925 നവംബർ 23 എത്ര ദിവസം നീണ്ടു നിന്നു? 603 ദിവസം. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 603 ദിവസം. വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലയളവ് 603 ദിവസം. ഓർക്കണം. വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഗാന്ധിജി. വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിക്കണേ? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. രണ്ടും ഓർക്കുക. നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച വ്യക്തിയാണ് M.E. നായിഡു. നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് M.E. നായിഡു ആണ്. അടുത്ത സത്യാഗ്രഹത്തിന്റെ പേരാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. ഏതാണ്? ശുചീന്ദ്രം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവിന്റെ പേര് M.E. നായിഡു എന്നാണ്. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ നേതാവ് M.E. നായിഡു. ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം 1926. അടുത്തത് 1931 ഗുരുവായൂർ സത്യാഗ്രഹം.
1931 ഗുരുവായൂർ സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശനത്തിനും അയിത്തത്തിനും എതിരായി നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് എന്ന ചോദ്യമുണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ഏത് ക്ഷേത്രപ്രവേശനം? ഗുരുവായൂർ ക്ഷേത്രപ്രവേശനം. എന്നാ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. KPCC എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. KPCC കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയാണ് എന്തിന് നേതൃത്വം നൽകിയത്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സ്ഥാപനം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു ഇത് നടത്താനുള്ള കാരണം? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സത്യാഗ്രഹം നമ്മൾ തുടങ്ങണേ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, നവോത്ഥാന നായകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് കേളപ്പൻ. നിരാഹാരം അനുഷ്ഠിച്ചത് ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേളപ്പൻ. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തില് മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ, എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. P. കൃഷ്ണപിള്ള. ആരാണ് അബ്രാഹ്മണൻ? P. കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് ഏതാണ്? ഏത് താലൂക്കിലാണ് നിലനിന്നിരുന്നേ? പൊന്നാനി താലൂക്കിലാണ്. ഏത് താലൂക്കാണ്? പൊന്നാനി താലൂക്കാണ് കേട്ടോ. ഇനി അടുത്തത് നിവർത്തന പ്രക്ഷോഭം. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. 1932 നിവർത്തന പ്രക്ഷോഭം. കൂടുതലും വർഷം ചോദിക്കാറുണ്ട്. ഇനി ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കാൻ നടന്ന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരത്തെ വിളിക്കുന്ന പേരാണ് നിവർത്തന പ്രക്ഷോഭം. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തെ എന്ത് വിളിക്കുന്നു? നിവർത്തന പ്രക്ഷോഭം എന്ന് വിളിക്കുന്നു. നിവർത്തനം എന്ന് പറയുന്ന വാക്ക് ആരാണ് നിർദ്ദേശിച്ചത്? IC ചാക്കോ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ചോദിച്ച വേറൊരു ചോദ്യം. C. കേശവൻ. ആരാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ ആള്? C. കേശവനാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ്? ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ PSCയുടെ മുന്നത്തെ ഒരു രൂപം അല്ലെ. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം, നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രമാണ് കേരള കേസരി. ഏതാ? കേരള കേസരി. അടുത്തത് 1936 വേറൊരു സമരം നടക്കുകയുണ്ടായി. 36 നടന്ന സമരത്തെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? വൈദ്യുതി പ്രക്ഷോഭം എന്നാണ്. വൈദ്യുതി പ്രക്ഷോഭം എന്താ സംഭവം? കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടി, കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടി തൃശ്ശൂരിലെ വൈദ്യുതി വിതരണത്തിനുള്ള അധികാരം ചന്ദ്രിക എന്ന കമ്പനിക്ക് നൽകിയതാണ് വൈദ്യുതി സമരത്തിന്റെ പ്രധാന കാരണം. ക്ലിയർ ആയല്ലോ? കൊച്ചി ദിവാൻ RK ഷൺമുഖം ചെട്ടി തൃശ്ശൂരിലെ വൈദ്യുത വിതരണം ആർക്ക് കൊടുക്കുകയാണ്? ചന്ദ്രിക എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുക്കുകയാണ്. അതാണ് ഇതിന്റെ കാരണം കേട്ടോ. 1936 അപ്പൊ എവിടെയാണ് നടന്നതെന്ന് മനസ്സിലായല്ലോ? തൃശ്ശൂരിലാണ് ഇത് നടന്നത്. നേതൃത്വം നൽകിയ പ്രധാനികളാണ് ഇക്കണ്ട വാര്യർ, AR മേനോൻ, CR ഉണ്ണി തുടങ്ങിയവർ. ഇക്കണ്ട വാര്യർ ആണ് അതിന്റെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള നേതാവ്. ഇക്കണ്ട വാര്യരും AR മേനോനും CR ഉണ്ണി തുടങ്ങിയവർ ട്ടോ. ഇനി അടുത്തതാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അങ്ങനെ എല്ലാ ജാതിയിലുള്ള ആൾക്കാർക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നൽകാൻ അനുമതി കിട്ടുകയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിലൂടെ. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനത്തിന് കാരണമായ വിളംബരത്തിനെ വിളിക്കുന്ന പേരാണ് ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. 1936 നവംബർ 12, 1936 നവംബർ 12 അല്ലെങ്കിൽ 1112
തുലാം 27, 1112 തുലാം 27. ആരാണ് പുറപ്പെടുവിച്ചത്? ശ്രീ ചിത്തിരാ തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിരാ തിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12 തിരുവിതാംകൂറിലെ അവർണറായ ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിന് അനുമതി കൊടുത്തു. ആ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യർ, ആരാണ്? CP രാമസ്വാമി അയ്യർ, ക്ഷേത്രപ്രവേശന വിളംബരത്തെ, ഈ വിളംബരത്തെ ഗാന്ധിജി എന്ത് വിശേഷിപ്പിച്ചു? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി എന്ത് വിശേഷിപ്പിച്ചു? കേരളത്തിലെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്ന സംഭവവും ക്ഷേത്രപ്രവേശന വിളംബരാണ് കേട്ടോ. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നും എന്തിനെ വിളിക്കുന്നു? ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിളിക്കുന്നു. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരരേഖയായ സ്മൃതി എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ അഭിപ്രായപ്പെട്ടതും ഗാന്ധിജിയാണ്. അങ്ങനെ അഭിപ്രായപ്പെട്ടതും ആരെന്നെയാണ്? ഗാന്ധിജിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ വ്യക്തി ഉള്ളൂർ S പരമേശ്വര അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വര അയ്യർ. തിരുവിതാംകൂറിൽ എന്നാ ക്ഷേത്രപ്രവേശനം നടന്നത്? 1936 നവംബർ 12. ഇതുപോലെ മലബാറിൽ എന്നാ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്? 1947, വർഷം കുറെ കഴിഞ്ഞു അല്ലെ. 1947 ജൂൺ 2 മലബാറിൽ, 47 ജൂൺ 2 കൊച്ചിയിലും, 47 തന്നെ 47 ഡിസംബർ 20. ഇപ്പൊ കൊച്ചിയിൽ 1947 ഡിസംബർ 20-നും എന്താ പറയാ മലബാറിൽ 1947 ജൂൺ 2-നും തിരുവിതാംകൂറിൽ 1936 നവംബർ 12-നും ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. അടുത്തതാണ് നമ്മള് ഈ ഇവിടെ റീനൈസൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് പട്ടിണി ജാഥയെ കുറിച്ച്. അതായത് നമ്മളെ AKG കുറിച്ച് പഠിച്ചു. മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നടത്തിയ ജാഥയെ വിളിക്കുന്ന പേരാണ് പട്ടിണി ജാഥ. നയിച്ചത് AK ഗോപാലനാണ്. ആരംഭിച്ച വർഷം 1936 പിന്നെ ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല, കാരണം അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് കേട്ടോ, റിവിഷനിൽ തന്നെ. സർ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിലും ജന്മിമാരുടെ അന്യായമായ ചന്തപ്പിരിവിനുമെതിരെ നടന്ന സമരത്തിനെ വിളിക്കുന്ന പേരെന്താണ്? കല്ലറ പാങ്ങോട് സമരം. എന്താ സമരത്തിന്റെ പേര്? കല്ലറ പാങ്ങോട് സമരം എന്നാണ്. വർഷം 1938. കല്ലറ പാങ്ങോട് സമരം നടന്നത് 1938. നെക്സ്റ്റ് വൺ, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. എന്താ പേര്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടന്നത് 1938. എന്താ സംഭവം? 1938 മുതൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും കൊച്ചി രാജ്യ പ്രജാമണ്ഡലവും നടത്തിയ പ്രക്ഷോഭത്തിന്റെ പേരാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. 1938 മുതൽ പ്രക്ഷോഭം രൂക്ഷമായത് 38-ലാണ് കേട്ടോ. 38 മുതൽ ശരിക്കും 38, 39 കാലയളവില് നടന്നിട്ടുണ്ട്. പക്ഷെ തുടക്കം തന്നെ അത്യാവശ്യം രൂക്ഷമായിട്ടാണ് പ്രക്ഷോഭം നടന്നത്. 1938 മുതൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും കൊച്ചി രാജ്യ പ്രജാമണ്ഡലവും ചേർന്ന് നടത്തിയ പ്രക്ഷോഭം, അതിന്റെ നേതാക്കൾ പട്ടംതാണുപിള്ളയും TM വർഗീസുമായിരുന്നു. നേതാക്കൾ പട്ടംതാണുപിള്ളയും ആരായിരുന്നു? TM വർഗീസുമായിരുന്നു. ഇലക്ഷനിലൂടെ തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണം കൊണ്ടുവരാൻ വേണ്ടി, ഉത്തരവാദ ഭരണം കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ച് നടത്തിയ പ്രക്ഷോഭമാണ് ഏത്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭം 38, 39 കാലയളവിൽ. ഇനി അടുത്തത്, തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് 2 സംഘടനകൾ നിരോധിക്കുകയുണ്ടായി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും യൂത്ത് ലീഗും. നിരോധിച്ച സംഘടനകൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, യൂത്ത് ലീഗ്. സർ CP രാമസ്വാമി അയ്യർ ദിവാൻ പദവി രാജിവെച്ച് നാട് വിടാൻ കാരണമായ സംഭവം ഉത്തരവാദ ഭരണ പ്രക്ഷോഭമാണ്. അപ്പൊ CP രാമസ്വാമി അയ്യർ എന്തുണ്ടായി? ദിവാൻ പദവിയൊക്കെ രാജിവെച്ച് നാട് വിട്ടു കേട്ടോ. ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട്. സർ CP രാമസ്വാമി അയ്യർക്ക് ശേഷം തിരുവിതാംകൂറിൽ PGN ഉണ്ണിത്താൻ എന്ന് പറയുന്ന ആള് ദിവാനാവുകയാണ്. പിന്നപ്പോ ഒരാൾ നാട് വിട്ടാൽ ദിവാൻ വേണ്ടേ? അപ്പൊ ആരാണ്? PGN ഉണ്ണിത്താൻ ദിവാനാവുകയും അദ്ദേഹം തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാനും കൂടിയാണ്, ഓർക്കുക. അപ്പൊ PGN ഉണ്ണിത്താനാണ് തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ. ക്ലിയർ ആയില്ലോ? അടുത്തത് കരിവള്ളൂർ സമരം. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് കരിവള്ളൂർ സമര നായിക ആരാണ്? K ദേവയാനി. എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പൂഴ്ത്തിവെപ്പിനെതിരെ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ജനമുന്നേറ്റത്തിന്റെ പേരാണ് കരിവള്ളൂർ സമരം. പൂഴ്ത്തിവെപ്പിനെതിരെ നടന്ന സമരമാണ് കരിവള്ളൂർ സമരം. കണ്ണൂർ ജില്ലയിലാണ് കരിവള്ളൂർ സമരം നടക്കുന്നത്. 1946 സമരം നടക്കുന്നത്. AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്നു. സമര നായിക K ദേവയാനി. അപ്പൊ കണ്ണൂർ ജില്ലയിൽ 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പൂഴ്ത്തിവെപ്പിനെതിരെ നടന്ന സമരത്തെ കരിവള്ളൂർ സമരം എന്ന് വിളിക്കുന്നു. AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ തുടങ്ങിയ പ്രധാന നേതാക്കളാണ്, കർഷക നേതാക്കളാണ്. കർഷകരാണല്ലോ പൂഴ്ത്തിവെപ്പിനെതിരെ നടത്തുക. ഇതിന്റെ സമര നായിക എന്ന് വിളിക്കുന്നത് ആരെയാണ്? K ദേവയാനിയെയാണ്. അടുത്തത് 1947, അപ്പൊ സ്വാതന്ത്ര്യം കിട്ടാറായി അല്ലെ. 1947 നടന്ന പാലിയം സത്യാഗ്രഹം. അതായത് പാലിയം ക്ഷേത്രത്തിന്, ഇപ്പൊ എല്ലാ സത്യാഗ്രഹവും അങ്ങനെ തന്നെയാണോ? ഒന്നെങ്കിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ, അതായത് ഇങ്ങനെയുള്ള അമ്പലവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സമരങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞില്ലേ വൈക്കം, അതുപോലെ തന്നെ എന്താ പറയാ ഗുരുവായൂരോ ഒക്കെ അങ്ങനെ തന്നെയല്ലേ. ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും പറ്റില്ല, ക്ഷേത്രത്തിന് ചുറ്റുള്ള നടവഴിയിൽ കൂടെ ആൾക്കാർക്ക് നടക്കാനും പറ്റില്ല. അങ്ങനെയൊക്കെയായിരുന്നു നിയമങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴി സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ലഭിക്കാൻ വേണ്ടി നടത്തിയ സമരത്തെ പാലിയം സമരം അല്ലെങ്കിൽ പാലിയം സത്യാഗ്രഹം എന്നൊക്കെ വിളിക്കണു. പ്രധാന നേതാവ് C കേശവനാണ്. പ്രധാന നേതാവ് C കേശവനാണ്. 47 ഡിസംബർ 4 C കേശവൻ പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാണ്. പക്ഷേ കേശവൻ ഉദ്ഘാടനം ചെയ്തു എങ്കിലും അതില് രക്തസാക്ഷിയൊക്കെ ഉണ്ടാവുണ്ടായി. അത്യാവശ്യം നല്ലൊരു സമരമൊക്കെ നടന്നു. AG വേലായുധൻ അതിന്റെ രക്തസാക്ഷിയാണ് കേട്ടോ. പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി AG വേലായുധനാണ്. എവിടെയാ പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം എവിടെയാ? സ്ഥലം അറിയോ നിങ്ങൾക്ക്? ഇപ്പോഴത്തെ എറണാകുളം ജില്ല കേട്ടോ. പാലിയം സത്യാഗ്രഹം എവിടെയാണ്? എറണാകുളമാണ്. ഇനി അടുത്തത് പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിക്കുകയുണ്ടായി. അവരാരാണ്? KK കൗസല്യാണ്. അപ്പൊ KK കൗസല്യയുടെ നേതൃത്വത്തിൽ സൗഹൃദ ജാഥ നടന്നു. ഇനി കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടി, കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം 1947 കൊച്ചിയിലും മലബാറിലും ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു നമ്മൾ നേരത്തെ പഠിച്ചു. ആ ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടി അപ്പൊ ക്ഷേത്രത്തിൽ പ്രവേശിക്കാലോ, അപ്പൊ നടക്കാനൊന്നും പ്രശ്നമില്ലല്ലോ. അതോടുകൂടി പാലിയം സത്യാഗ്രഹം അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് ഏത്? പാലിയം സത്യാഗ്രഹം. കാരണം ഡിസംബർ 4 നമുക്ക് ഓഗസ്റ്റില് സ്വാതന്ത്ര്യം കിട്ടാണ്. ഡിസംബർ 4 ഔദ്യോഗികമായി നമ്മൾ പറഞ്ഞുല്ലോ, ഉദ്ഘാടനം ചെയ്തു C കേശവൻ എന്ന് പറഞ്ഞു. ഇനി അടുത്തത് പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 1947 ഡിസംബർ 22 സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രം. സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന എഡിറ്റോറിയൽ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് മലയാള മനോരമ. ആരാണ്? മലയാള മനോരമയാണ്. ഓർക്കണട്ട, മലയാള മനോരമയാണ് അത് ചെയ്തത്. ഇനി അടുത്തത് കൂത്താളി സമരം. കേട്ടുണ്ടോ കൂത്താളി സമരം? അതായത് കൂത്താളി എസ്റ്റേറ്റ് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കൂത്താളി എസ്റ്റേറ്റിലെ കർഷകരുടെ ഭൂമി മലബാർ കളക്ടർ പാട്ടത്തിനെടുത്തതിനെതിരെ കർഷകർ നടത്തിയ സമരം കൂത്താളി സമരം. കൂത്താളി സമരം 1940-50 കാലഘട്ടത്തിലാണ് കൂത്താളി സമരം നടക്കുന്നത്. കോഴിക്കോടാണ്. ചത്താലും ചെത്തും കൂത്താളി എന്നാണ് കൂത്താളി സമരത്തിന്റെ മുദ്രാവാക്യം. ചത്താലും ചെത്തും കൂത്താളി എന്നറിയപ്പെടുന്ന കൂത്താളി സമരത്തിന്റെ മുദ്രാവാക്യമാണ് കേട്ടോ. ഇനി കുട്ടംകുളം സമരം ഇരിങ്ങാലക്കുടയിലാണ്. കുട്ടംകുളം അതായത് തൃശ്ശൂരിൽ ഇരിങ്ങാലക്കുടയില് കൂടൽമാണിക്യം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ കൂടൽമാണിക്യം ഉത്സവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആ ക്ഷേത്രത്തിലെ പ്രവേശനത്തിന് വേണ്ടി നടത്തിയ സമരത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? കുട്ടംകുളം സമരം. അപ്പൊ കുട്ടംകുളം സമരം ഇരിങ്ങാലക്കുട തൃശ്ശൂർ ജില്ലയാണ്. 1946 നടന്നത്. കാട്ടുപറമ്പൻ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കണേ. കാട്ടുപറമ്പൻ. അടുത്തത് തോൽവിറക് സമരം. കൂടുതലും ചോദിച്ചു കണ്ടേക്കണത് തോൽവിറക് സമരം നടന്ന ജില്ലയും അതിന്റെ നായികയുടെ പേരുമാണ് കേട്ടോ. തോൽവിറക് സമരം നടന്നത് ചീമേനിയിലാണ്. ചീമേനി കാസർഗോഡ് ജില്ല. 1946 നടന്നു. തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്ന ആരാണ്? കാർത്യായനിയാണ്. തോൽവിറക് സമര നായിക കാർത്യായനിയാണ് കേട്ടോ. ഇനി അടുത്തത് മാഹിയെ ഫ്രഞ്ച് അധീനതയിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി നടന്ന സമരം. മാഹിയെ
ഫ്രഞ്ച് അധീനതയിൽ നിന്നും മോചിപ്പിക്കുന്നത് നടന്ന സമരം ഏതാണ്? മാഹി വിമോചന സമരം. അതായിരിക്കുമല്ലോ. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ, മയ്യഴി ഗാന്ധി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. IK കുമാരൻ മാസ്റ്റർ ആണ്. കാരണം മാഹി വിമോചനത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? IK കുമാരൻ മാസ്റ്റർ ആണ്. അപ്പോ മയ്യഴി മഹാജനസഭ എന്ന് പറയുന്ന ഒരു സംഘടനയൊക്കെ രൂപീകരിച്ചു മാഹിയെ വിമോചിപ്പിക്കാൻ വേണ്ടിട്ടോ. എങ്ങനെയായാലും 1954 ജൂലൈ 16 1954 ജൂലൈ 16 മാഹിയെ നമ്മൾ ഫ്രഞ്ച് അധീനതയിൽ നിന്നും മോചിപ്പിച്ചു. അടുത്ത കൽപ്പാത്തി സമരം. കൽപ്പാത്തി എവിടെയാന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലെ? പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി ക്ഷേത്ര റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ വേണ്ടി നടത്തിയ സമരം കൽപ്പാത്തി സമരം. കൽപ്പാത്തി സമരത്തിന് പിന്തുണച്ച സംഘടനയുടെ പേര് ചോദിച്ചാൽ ആര്യ സമാജം എന്ന് പറയുന്നത്. കൽപ്പാത്തി സമരത്തിന് പിന്തുണച്ച സംഘടന ഏതാ? ആര്യ സമാജം. അടുത്ത തളി ക്ഷേത്ര സമരം ട്ടോ. തളി ക്ഷേത്ര സമരം 1917 നടക്കണേ. കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കും തുറന്നു കൊടുക്കാൻ വേണ്ടി നടത്തിയ സമരം ആണ് തളിക്ഷേത്ര സമരം. ഇനി അതിന്റെ പ്രധാന നേതാവ് C കൃഷ്ണനായിരുന്നു. ആരാണ്? C കൃഷ്ണനാണ്. 1917 അത് നടന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കേരളത്തിലെ കലാപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ കേരളത്തിലെ കലാപങ്ങൾ, കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. കേരളത്തിലെ കലാപങ്ങൾ. ഇനി കുറച്ച് കേരളത്തില് നമ്മൾ ടച്ച് ചെയ്യാത്ത കുറച്ച് ഒരു നവോത്ഥാന നായകർ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. അപ്പൊ അതും കൂടെ കഴിയുമ്പോൾ കേരളം പൂർണ്ണമാകും. ഒരു ക്ലാസ്സോടുകൂടി കേരളത്തിന്റെ ജോഗ്രഫി, കേരള ആയാലും ഇന്ത്യ ആയാലും ഏകദേശം നമ്മൾ കുറേയധികം ഭാഗങ്ങൾ അതും കംപ്ലീറ്റ് ചെയ്തു. 3-4 ക്ലാസ് കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ് അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡിലും അതുപോലെ തന്നെ ഭംഗിയായിട്ടും റിവിഷൻ നമുക്ക് ആദ്യത്തെ 45 ഡേയ്സിൽ ക്ലാസ് എടുക്കാനേ സാധിച്ചുള്ളൂ. റിവിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ പറയാത്ത പല ടോപ്പിക്കുകളും വരെ പിന്നത്തെ ക്ലാസ്സുകളിൽ ഞാൻ റിവിഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കുക. പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് പേപ്പറിൽ നിങ്ങളുടെ മാർക്ക് രൂപത്തില് കാണാനായിട്ട് സാധിക്കും. അതിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഒന്ന് കമന്റ് ചെയ്യൂ, അതായത് ക്ലാസ് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത്. ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ, എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ നല്ലൊരു റിവിഷൻ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.